وَلْتَكُنْ مِنْكُمْ أُمَّةٌ يَدْعُونَ إِلَى الْخَيْرِ وَيَأْمُرُونَ بِالْمَعْرُوفِ وَيَنْهَوْنَ عَنِ الْمُنْكَرِ. الحمد لله رب العالمين وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين أما بعد. പ്രിയമുള്ള സഹോദരന്മാരെ, സച്ചരിതരായ മുൻഗാമികളുടെ ഗ്രന്ഥങ്ങൾ വായിക്കുന്ന ഒരു പരമ്പരയാണ് നമ്മൾ ആരംഭിച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖും ബർക്കത്തും നമുക്ക് നൽകുമാറാകട്ടെ. ഇമാം അബൂ മുഹമ്മദ് അൽ ഹസൻ ഇബ്നു അലി ഇബ്നി ഖലഫിൻ അൽ ബർബഹാരി റഹ്മഹുല്ലാഹ്, അദ്ദേഹത്തിൻ്റെ ശർഹ് സുന്നയാണ് ആദ്യമായി നമ്മൾ വായിക്കാനെടുത്തിട്ടുള്ള ഗ്രന്ഥം. അദ്ദേഹത്തെ സംബന്ധിച്ച്, ജീവചരിത്രത്തെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം, സ്ഥാനം, അറിവിനെ സംബന്ധിച്ചും അതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തും മരണശേഷവും ഉണ്ടായ കറാമത്തുകളെ സംബന്ധിച്ചുമെല്ലാം നമ്മൾ മനസ്സിലാക്കി. قال الإمام أبو محمد البربهاري رحمه الله: الحمد لله الذي هدانا للإسلام ومن علينا به وأخرجنا في خير أمة فنسأله التوفيق لما يحب ويرضى والحفظ مما يكره ويسخط. ഇതാണ് ഈ ഒരു ഗ്രന്ഥത്തിൻ്റെ ആമുഖം. ദീനുൽ ഇസ്ലാമിലേക്ക് ഹിദായത്ത് നൽകിയ അള്ളാഹുവിന് എല്ലാ ഹംദുകളും എന്ന ഹംദ് കൊണ്ടാണ് ആരംഭിക്കുന്നത്. ആ ഇസ്ലാമിനെ നിഅമത്തായിട്ട്, അനുഗ്രഹമായിട്ട് നമുക്ക് നൽകി. നമ്മളെല്ലാവരും എപ്പോഴും ഓർക്കേണ്ട കാര്യമാണ്, അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയ ഏറ്റവും വലിയ നിഅമത്ത് ഇസ്ലാമിലേക്കുള്ള ഹിദായത്ത് നമുക്ക് നൽകി. മാത്രമല്ല, സുന്നത്തിലേക്കുള്ള ഹിദായത്ത്, സലഫുസ്സാലിഹീങ്ങളുടെ മൻഹജിലേക്കുള്ള ഹിദായത്തും നൽകി. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു: ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു. അല്ലാഹുവിൻ്റെ ഫദ്ൽ, അവൻ്റെ റഹ്മത്ത്, അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക എന്ന് പറഞ്ഞു. മുഫസ്സിരീങ്ങൾ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞത്, അള്ളാഹുവിൻ്റെ ഫദ്ൽ എന്ന് പറഞ്ഞാൽ ഇത് ഇസ്ലാമാണ്, റഹ്മത്ത് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനാണ് എന്നുള്ളതാണ്. അത് നമ്മളെപ്പോഴും ആലോചിക്കേണ്ട, ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ധാരാളമായിട്ട് അള്ളാഹുവിന് ശുക്ർ ചെയ്യേണ്ട, അള്ളാഹുവിൻ്റെ നാമത്തെ പ്രകീർത്തിക്കേണ്ട വലിയ ഒരു നിഅമത്താണ്. ഖുൽ അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാന അല്ലാഹ്. അപ്പോൾ ഇമാം ബർബഹാരി പറയുന്നു: അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിൽ ഇസ്ലാമി വമന്ന അലൈനാ ബിഹി വഅഖ്റജനാ ഫീ ഖൈരി ഉമ്മ. നമ്മളെ മുസ്ലിമീങ്ങളാക്കി എന്ന് മാത്രമല്ല, ഏറ്റവും നല്ല ഉമ്മത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി. ഉമ്മത്തു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ ഉമ്മത്തു അൽ മർഹൂമ, അള്ളാഹുവിൻ്റെ റഹ്മത്തിന് പാത്രമായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായ സമൂഹത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി എന്നുള്ളത് വലിയ നിഅമത്താണ്. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. ജനങ്ങൾക്കായിട്ട് നയിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും ഉത്കൃഷ്ടമായ സമൂഹമാണ് നിങ്ങളെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല സാക്ഷ്യപ്പെടുത്തിയ സമൂഹമാണിത്, ഉമ്മത്താണ്. ആ ഉമ്മത്തിൽ അള്ളാഹു നമ്മെ പ്രവേശിപ്പിച്ചു. ഫനസ്അലുഹു അത്തൗഫീഖ ലിമാ യുഹിബ്ബു വയർദ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന, പൊരുത്തപ്പെടുന്ന കാര്യങ്ങൾക്കുള്ള തൗഫീഖ് നമ്മൾ ചോദിക്കുന്നു അള്ളാഹുവിനോട്. വൽ ഹിഫ്ള മിമ്മാ യക്റഹു വയസ്ഖത്ത്. അള്ളാഹു വെറുക്കുന്ന, അവൻ കോപിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് സംരക്ഷണവും ചോദിക്കുന്നു. ഇതാണ് ആമുഖം. എന്നിട്ട് നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഖാല റഹിമഹുല്ലാഹ്: ഇഅ്ലമു അന്നൽ ഇസ്ലാമ ഹുവ സുന്ന. നിങ്ങൾ അറിയുക,
അന്നൽ ഇസ്ലാമ ഹുവ സുന്ന, ഇസ്ലാം അത് തന്നെയാണ് സുന്നത്ത്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ഇസ്ലാമിനെയാണ് അറിയിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം, പരിപൂർണമായ ദീൻ, അതാണ് സുന്നത്ത്. അപ്പോൾ പരിപൂർണമായ ഇസ്ലാം തന്നെയാണ് സുന്നത്ത്. വസ്സുന്നതു ഹിയൽ ഇസ്ലാം, സുന്നത്ത് എന്ന് പറയുന്നത് എന്തെങ്കിലും കുറഞ്ഞ കാര്യമല്ല, മറിച്ച് അത് പൂർണ്ണമായ ഇസ്ലാമാണ്. വലാ യഖൂമു അഹദുഹുമ ഇല്ലാ ബിൽ ആഖർ. ഈ രണ്ട് കാര്യങ്ങൾ, ഇസ്ലാമും സുന്നത്തും, അതിൽ അവ രണ്ടും ഒന്നില്ലാതെ എന്ത് ചെയ്യില്ല, നിലനിൽക്കുകയില്ല എന്നുള്ളതാണ്. എത്ര കൃത്യമായാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇസ്ലാമിൻ്റെ ഇങ്ങനെ ഇവിടെ ബർബഹാരി റഹ്മത്തുള്ളാഹി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ്? സുന്നത്തിൻ്റെ പ്രസക്തിയാണ്. നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുമ്പോൾ ആ സുന്നത്ത് മുറുകെ പിടിക്കുന്നതിൻ്റെ പ്രാധാന്യമാണ് എന്ത് ചെയ്യുന്നത്, ആദ്യമായിട്ട് ബർബഹാരി റഹ്മത്തുള്ളാഹി വിശദീകരിക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള പല കക്ഷികളെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ ദീനി പ്രബോധകന്മാരെ സംബന്ധിച്ചിടത്തോളം, അവരുടെ എല്ലാം നിലപാടുകൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു പ്രത്യേക കക്ഷി എന്നുള്ളത് ഉണ്ടാവുകയില്ല. മറിച്ച് എല്ലാ കക്ഷികളെയും ചേർത്ത് പിടിക്കുന്ന, എല്ലാത്തിനെയും സമന്വയിപ്പിക്കുന്ന, കൂട്ടിക്കുഴയ്ക്കുന്ന ഒരു സ്വഭാവമായിരിക്കും പലപ്പോഴും ഉണ്ടാവുക. അങ്ങനെ ആയിരുന്നു സലഫുസ്സാലിഹീങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഈ പ്യുവറായിട്ടുള്ള ദീൻ നിലനിൽക്കുമായിരുന്നില്ല, ഇന്നത്തേക്ക് നമുക്ക് ലഭിക്കുമായിരുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു അഴകുഴമ്പൻ സമീപനം നമ്മുടെ മുൻഗാമികൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ സുന്നത്ത് അത് പരിപൂർണമായ ഇസ്ലാമാണ്, ഇസ്ലാം അത് തന്നെയാണ് സുന്നത്ത് എന്നുള്ളത്. അപ്പോൾ സുന്നത്തിനെ സംരക്ഷിക്കുക എന്നുള്ളതിലൂടെ മാത്രമാണ് ഇസ്ലാം സംരക്ഷിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ വളരെ ഗൗരവതരമായ കാര്യമാണ്. നമ്മുടെ കാലഘട്ടത്തിലുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ, ഇഖ്വാനുൽ മുസ്ലിമീൻ്റെ ആളുകളൊക്കെ പറയുന്നത് എന്താണ്? റാഫിദുകളോട് പറയുന്നത്, അതുപോലെ ഒമാനിലെ ഖവാരിജുകളായിട്ടുള്ള ഇബാദുകളോട് പറയുന്നത്, അങ്ങനെ ഹദീസ് നിഷേധികളോടും ലിബറലിസ്റ്റുകളോടൊക്കെ അവർ പറയുന്നത് എന്താണ്? നതആവനു ഫീമ ഇത്തഫഖ്ന അലൈഹി, നമ്മൾ യോജിക്കുന്ന പോയിന്റ് ഉണ്ടല്ലോ, അതിൽ നമ്മൾ യോജിച്ച് പരസ്പരം സഹകരിക്കുക. വയഅ്ദുറു ബഅദുനാ ബഅദൻ ഫീമ ഇഖ്തലഫ്നാ ഫീ, നമ്മൾ ഭിന്നിച്ച വിഷയത്തിൽ പരസ്പരം നമ്മൾ എക്സ്ക്യൂസ് കൊടുക്കുക. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരുത്താൻ പോകണ്ട, ആരും ഇങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കാൻ പോകണ്ട എന്നുള്ള അങ്ങേയറ്റം അഴകുഴമ്പൻ സമീപനം. ഈ തരത്തിൽ ഇഖ്വാനികളും ജമാഅത്തെ ഇസ്ലാമിക്കാരുമൊക്കെ ദീനിൽ വെള്ളം ചേർത്തതുപോലെ, ദീനിനെ ഹക്കും ബാത്തിലും കൂട്ടിക്കൊഴിച്ചതുപോലെ മറ്റാരും ചെയ്തിട്ടില്ല. ആ ഒരു സമീപനം സലഫികളെ സംബന്ധിച്ചിടത്തോളം വളരെ വിദൂരമായിട്ടുള്ളതാണ്, ഒരിക്കലും സ്വീകരിക്കാൻ പറ്റാത്തതാണ്. മൻഹജു സലഫിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള മുഖമുദ്ര എന്ന് പറയുന്നത് അതെന്താണ്? വ്യക്തത എന്ന് പറയുന്നതാണ്, വുദൂഹ് എന്ന് പറയുന്നതാണ്. അവിടെ നമ്മൾ ഹക്ക് വ്യക്തമായി പറയുക, ബാത്തിലിനെ അതിനെ വ്യക്തമായി തുറന്നു കാട്ടുകയും അതിനെ തള്ളിക്കളയുകയും വിമർശിക്കുകയും ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇസ്ലാം എന്ന പൊതുനാമം മാത്രം മതിയാവുകയില്ല, മറിച്ച് പൂർണ്ണമായ സുന്നത്തിനെ എന്ത് ചെയ്യേണ്ടതുണ്ട്? മുറുകെ പിടിക്കേണ്ടതുണ്ട് എന്നുള്ളതിൻ്റെ പ്രാധാന്യമാണ് ആദ്യമായി പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് റഹ്മത്തുള്ളാഹി പറയുകയാണ്, ഫമിന സുന്നതി ലുസൂമുൽ ജമാഅതി, സുന്നത്തിൽ ഏറ്റവും മുഖ്യമായ ഘടകം എന്ന് പറയുന്നത് ജമാഅത്തിനെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. എന്താണ് ജമാഅത്ത് എന്ന് പറയുന്നത്? അത് ഹക്കിൻ്റെ ആളുകളാണ്. അൽ ജമാഅ, അൽ ജമാഅതു മാ വാഫഖൽ ഹഖ് വലൗ കുൻത വഹ്ദക് എന്നുള്ളതാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്. ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഹക്കിനോട് യോജിച്ചതാണ്. അത് നീ ഒറ്റക്കാണെങ്കിലും, അവിടെ എത്ര ആളുണ്ട്, കൂടുതലാണോ കുറവാണോ എന്നുള്ളതല്ല അവിടുത്തെ വിഷയം, ഹക്കിനോട് യോജിക്കുക എന്നുള്ളതാണ്, ഹക്കിൻ്റെ ആളുകളായി തീരുക എന്നുള്ളതാണ്. ഫമൻ റഗിബ അനിൽ ജമാഅതി വഫാറഖഹ, ഈ ജമാഅത്തിൽ നിന്ന് ആരെങ്കിലും ആ ജമാഅത്ത് വിട്ടെന്തെങ്കിലും ആഗ്രഹിക്കുകയാണെങ്കിൽ, മറ്റു മാർഗങ്ങളെ ആഗ്രഹിക്കുകയാണെങ്കിൽ, വഫാറഖഹ, ഹക്കിൻ്റെ ആളുകളെ വിടുകയും ചെയ്യുകയാണെങ്കിൽ, അവരിൽ നിന്ന് വേർപിരിയുകയും ചെയ്യുകയാണെങ്കിൽ, ഫഖദ് ഖലഅ റിബ്ഖത്തൽ ഇസ്ലാം മിൻ ഉനുഖി, ഹക്കിൻ്റെ ആളുകളെ ഒരാൾ വേർപിരിഞ്ഞാൽ
അവൻ ഇസ്ലാമിൻ്റെ ആ ഒരു കെട്ടിനെ തൻ്റെ കഴുത്തിൽ നിന്ന് എന്ത് ചെയ്യാണ്, ഊരിക്കളയാണ് ചെയ്യുന്നത്. വഖാന ضالًا മുദല്ലൻ, അങ്ങനെ അയാൾ പിഴച്ചവനും പിഴപ്പിക്കുന്നവനുമായിരിക്കും എന്നുള്ളതാണ്. ഈ പറഞ്ഞ അവസാനത്തിൽ പറഞ്ഞിട്ടുള്ള വാചകം വഫറഖഹ ഫഖദ് ഖലഅ റിബ്ഖത്തൽ ഇസ്ലാം മിൻ ഉനുഖി എന്ന് പറഞ്ഞത് ഒരു ഹദീസിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള പദമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഫാറഖൽ ജമാഅത ഖൈദ ശിബ്രിൻ, ഒരു ചാൺ അളവിൽ അൽ ജമാഅത്തിൽ നിന്ന് ഒരാൾ എന്ത് ചെയ്യാണ്, വേർപിരിയാണെങ്കിൽ ഫഖദ് ഖലഅ റിബ്ഖത്തൽ ഇസ്ലാം മിൻ ഉനുഖി, അയാൾ തൻ്റെ പിരടിയിൽ നിന്ന് ഇസ്ലാമിൻ്റെ കെട്ടിനെ അഴിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത്ര ഗൗരവമുള്ള എന്താണ് കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇത് ഇമാം അഹ്മദും തിർമിദിയും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അപ്പോൾ അൽ ജമാഅത്ത് മുറുകെ പിടിക്കുക എന്നുള്ളത് വലിയ വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക്കും ബിൽ ജമാഅ, ജമാഅത്ത് നിങ്ങൾ മുറുകെ പിടിക്കുക. ഫഇന്ന യദല്ലാഹി അലൽ ജമാഅ, അല്ലാഹുവിൻ്റെ കൈ ജമാഅത്തിൻ്റെ മീതെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ തന്നെ ഹദീസുൽ ഇഫ്തിറാഖ്, ഈ ഉമ്മത്ത് 73 കക്ഷിയായി ഭിന്നിക്കുമെന്നും ഒരു കക്ഷി മാത്രമാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്, ബാക്കിയെല്ലാം നരകത്തിലാണെന്ന് പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു, ഏതാണ് രക്ഷപ്പെടുന്ന കക്ഷി എന്ന് ചോദിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹിയൽ ജമാഅ, അതാണ് ജമാഅത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ജമാഅത്ത് എന്ന് പറയുന്നത് ഹക്ക് മുറുകെ പിടിച്ച ആളുകൾ അവരോടൊപ്പമായിരിക്കുക എന്നുള്ളതാണ് അല്ല ജമാഅത്ത് മുറുകെ പിടിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം. മറ്റൊരർത്ഥം കൂടെയുണ്ട്. അതെന്താണ്, മുസ്ലിം ഭരണാധികാരികളുള്ള നാട്ടിൽ അവിടുത്തെ ഭരണാധികാരിയുടെ കീഴിൽ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തുകൊണ്ട് നിലക്കൊള്ളുക എന്നുള്ളതിനെയും ജമാഅത്ത് മുറുകെ പിടിക്കുക എന്നുള്ളതിനെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ അൽ ജമാഅത്തു ജമാഅത്താനി, ജമാഅത്ത് എന്നുള്ളത് രണ്ടെണ്ണമുണ്ട്. ജമാഅത്തു അബ്ദാനിൻ വ ജമാഅത്തു അദിയാൻ. ദീനിൻ്റെ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അതെന്താണ്, ഹക്ക് അത് മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. എന്നാൽ ശരീരങ്ങളുടെ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക നാട്ടിൽ അവിടുത്തെ ഭരണാധികാരികളുടെ കീഴിൽ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തുകൊണ്ട് നിലകൊള്ളുക എന്നുള്ളതാണ്. ഇത് രണ്ടും പരസ്പര പൂരകങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാലാണ് ഒരാൾ എന്താകുന്നത്, അൽ ജമാഅത്ത് മുറുകെ പിടിക്കുന്ന ആളാകുന്നത്. അതുപോലെ തന്നെ പരിപൂർണമായ ഇസ്ലാമാകുന്ന സുന്നത്തിനെ മുറുകെ പിടിക്കുക. അപ്പോൾ എന്തായി തീർന്നു, ഒരാൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തായി തീർന്നു എന്നുള്ളതാണ്. അപ്പോൾ ജമാഅത്ത് എന്നുള്ളത് രണ്ടെണ്ണമുണ്ട്. അതിനെ അറിയിക്കുന്ന ഹദീസാണ് ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഫിത്നയും ഫസാദും ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ച സമയത്ത് ഉമ്മാദാ തഅമുറൂനി ഇൻ അദ്റകനി ദാലിക്, ഫിത്നകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് താങ്കൾ കൽപ്പിക്കുന്നതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൻ തൽസമ ജമാഅത്തുൽ മുസ്ലിമീൻ വ ഇമാമഹും, ജമാഅത്തുൽ മുസ്ലിമീൻ നീ മുറുകെ പിടിക്കുക, ഹഖിൻ്റെ ആളുകളെ മുറുകെ പിടിക്കുക, വ ഇമാമഹും അതുപോലെ തന്നെ ഭരണാധികാരിയും മുറുകെ പിടിക്കുക എന്നുള്ളത് പറഞ്ഞു. ഈ രണ്ട് കാര്യങ്ങളും ആ മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ ഉൾക്കൊണ്ടു എന്നുള്ളതാണ്. ഇനി അടുത്തത് ഖാല റഹിമഹുല്ലാ വൽ അസാസുല്ലദീ തുബ്ന അലൈഹിൽ ജമാഅ ഹും അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വറഹിമഹുമുല്ലാഹു അജ്മഈൻ. അൽ ജമാഅത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, ആ അടിസ്ഥാനത്തിൻ്റെ അടിത്തറയുടെ മേലാണ് അൽ ജമാഅത്ത് പണിയപ്പെട്ടിട്ടുള്ളത്. അതാരാണ്? അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്താണ് അൽ ജമാഅത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. അപ്പോൾ ഹക്ക്, ആ ഹക്കിൻ്റെ ആളുകളുടെ കൂടെ ആയിരിക്കുക. അവരിൽ നിന്ന് വേർപിരിഞ്ഞാൽ ഇസ്ലാമിൻ്റെ കയറിനെ ഊരിക്കളിയാണ് ഒരാൾ ചെയ്യുന്നതെന്ന് പറയുന്ന സമയത്ത് ആ ഹക്കിൻ്റെ ആളുകളിൽ ഒന്നാമതായിട്ടുണ്ടാകുന്ന ആരാണ്? അതിൻ്റെ അടിത്തറ എന്ന് പറയുന്ന സഹാബത്താണ്. പിന്നെ അവരുടെ മേലെ വരുന്നതാണ് താബിഈങ്ങൾ, താബിഈങ്ങൾ, അഇമ്മത്തുകൾ എന്ന് പറയുന്നത്. ഇത് അപ്പോൾ സഹാബത്തിൻ്റെ മൻഹജ്, സഹാബത്തിൻ്റെ മാർഗമാണ് അൽ ജമാഅത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇന്നഹു മൻ യഅിശ് മിൻകും ഫസയറ ഇഖ്തിലാഫൻ കസീറ,
സഹാബത്തിനോട് പറയുകയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണോ ദീർഘകാലം ജീവിച്ചിരിക്കുന്നത് അവർ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇ റാഷിദീൻ. അതുകൊണ്ട് അവരെന്ത് ചെയ്യുക, അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുന്ന സന്ദർഭത്തിൽ എൻ്റെ സുന്നത്ത് മുറുകെ പിടിക്കുക, ഖുലഫാ റാഷിദീങ്ങളുടെ സഹാബത്തിൻ്റെ സുന്നത്ത് മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞു. ഇതാണ് ദീനുൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. സുന്നത്ത്, അൽ ജമാഅത്ത്. അൽ ജമാഅത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സഹാബത്തിൻ്റെ മെൻഹജാണ്. സഹാബത്താണ് അതിൽ അടിത്തറയായിട്ടുള്ളത്. വറഹിമഹുമുല്ലാഹു അജ്മഈൻ, അവർക്കെല്ലാവർക്കും അള്ളാഹുവിൻ്റെ റഹ്മത്തുണ്ടാകട്ടെ. വഹും അഹ്ലുസ്സുന്നതി വൽ ജമാഅ, അവരാണ് അഹ്ലുസ്സുന്നതി വൽ ജമാഅത്തിൽ ആദ്യമായിട്ട് പ്രവേശിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, ഫമൻ ലം യഅഖുദ് അൻഹും ഫഖദ് ضل വബ്തദഅ. സഹാബത്തിൽ നിന്ന് ആര് ദീൻ സ്വീകരിക്കുന്നില്ലയോ, തൻ്റെ വിശ്വാസം സ്വീകരിക്കുന്നില്ലയോ, അവൻ പിഴച്ചു, അവൻ ബിദ്അത്തുകാരനായി തീർന്നു. വകുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും ളലാലത്താണ്. വദ്ളലാലതു വഅഹ്ലുഹാ ഫിന്നാർ, ളലാലത്തും അതിൻ്റെ അഹ്ലുകാരും നരകത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള ഇർബാദ് ഇബ്നു സാരിയുടെ ഹദീസിൽ, ഇന്നഹു മൻ യഅ്ശ് മിൻകും ഫസയറ ഇഖ്തിലാഫൻ കസീറ ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാ റാഷിദീൻ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന് ശേഷം പറയുന്നത് എന്താണ്? വഅദ്ദു അലൈഹ ബിന്നവാജിദ് വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ. നിങ്ങൾ ബിദ്അത്തിനെ സൂക്ഷിക്കുക, എല്ലാ ബിദ്അത്തുകളും ളലാലത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിൻ്റെയും മാർഗമല്ലാത്തത്, അതിന് എതിരാകുന്നതെല്ലാം എന്താണ്? ബിദ്അത്തും ളലാലത്താണ്, അത് നരകത്തിലേക്കാണ് എത്തിച്ചേരുന്നതെന്ന് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്തു ഇവിടെ ഇമാം ബർബഹാരി തെളിവുകളുടെ വെളിച്ചത്തിലാണ് പറയുന്നത്. എന്നിട്ട് ഇമാം ബർബഹാരി റഹിമഹുല്ലാഹ് പറഞ്ഞു, വഖാല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ ഉദ്റ ലി അഹദിൻ ഫി ളലാലത്തിൻ റകിബഹാ ഹസിബഹാ ഹുദാ. സന്മാർഗമാണെന്ന് കരുതിയിട്ട് ഒരാൾ വിചാരിച്ചുകൊണ്ട് ളലാലത്തിൻ്റെ വഴിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പ്രവേശിക്കുന്ന ഒരാളെ സംബന്ധിച്ചും ഒരു എക്സ്ക്യൂസും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഹക്കാണ്, നല്ലതാണ്, സന്മാർഗമാണെന്ന് വിചാരിച്ചുകൊണ്ട് ളലാലത്തിൻ്റെ മാർഗത്തിൽ പ്രവേശിച്ച ഒരാൾക്കും ഒരു എക്സ്ക്യൂസും ഇല്ല എന്നുള്ളതാണ് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്. വലാ ഫീ ഹുദൻ തറകഹു ഹസിബഹു ളലാല. സന്മാർഗം ഒരാൾ ഉപേക്ഷിച്ചു, അത് ളലാലത്താണെന്ന് കരുതിക്കൊണ്ട് വിചാരിച്ചുകൊണ്ട് സന്മാർഗത്തെ ഉപേക്ഷിച്ച ഒരാൾക്ക് ഒരു എക്സ്ക്യൂസും ഇല്ല. കാരണം ഫഖദ് ബുയ്യിനത്തിൽ ഉമൂർ, കാര്യങ്ങളെല്ലാം വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. വസബതത്തിൽ ഹുജ്ജ, പ്രമാണം സ്ഥിരപ്പെട്ടു. വൻഖതഅൽ ഉദ്ർ, എല്ലാവിധ എക്സ്ക്യൂസുകളും മുറിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. വളരെയധികം ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അഹ്ലുസ്സുന്നത്തി വൽ ജമാഅത്തിൻ്റെ മാർഗം വളരെ കൃത്യമാണ്, വ്യക്തമാണ്. അത് ഉപേക്ഷിക്കുന്നവർക്ക് ഒരു തരത്തിലുള്ള എക്സ്ക്യൂസും ഇല്ല എന്നുള്ളതാണ്. കാരണം കാര്യം വളരെ വ്യക്തമാണ് എന്നുള്ളതാണ്. ഇതിന് സമാനമായിട്ടുള്ളതാണ് ഉമർ റളിയല്ലാഹു അൻഹു, ഈ അസറിന് സമാനമായിട്ടുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, തറക്തുക്കും അലൽ ബൈദാ, നിങ്ങളെ ഞാൻ വിട്ടേച്ചു പോകുന്നത് തൂവെള്ളയായ ഒരു മാർഗത്തിലാണ്. ലൈലുഹാ കനഹാരിഹ, ആ മാർഗത്തിൽ രാത്രികൾ പോലും എന്താണ്, പകൽ പോലെ എന്താണ് തിളങ്ങുന്നതാണ്, വ്യക്തമായിട്ടുള്ളതാണ്. വലാ യസീഗു അൻഹ ഇല്ല ഹാലിക്, ഈ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുക നശിച്ചവനല്ലാതെ വ്യതിചലിച്ചു പോകുകയില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി അറിവില്ല, തെറ്റിദ്ധരിച്ചു പോയി എന്നുള്ളതൊന്നും എക്സ്ക്യൂസ് അല്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, വഇന്നഹും ലയസുദ്ദൂനഹും അനിസ്സബീലി വയഹ്സബൂന അന്നഹും മുഹ്തദൂൻ. അവർ സന്മാർഗത്തിൽ നിന്ന് ആളുകളെ തടയുന്നു, അവരത് ഹിദായത്തിലാണ് എന്ന് കരുതിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, മറ്റുള്ളവരെ സന്മാർഗത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, തടയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ കരുതൽ, അവരുടെ തെറ്റിദ്ധാരണ ഒരിക്കലും അവർക്ക് എന്ത് ചെയ്യില്ല, എക്സ്ക്യൂസ് അല്ല എന്നുള്ളതാണ് കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു,
ഇന്നഹും മുത്തഖദു അശ്ശയാത്തീന ഔലിയാഅ മിൻ ദൂനില്ലാ, അള്ളാഹുവിന് പുറമെ ഷയാത്തീനുകളുടെ പിശാചുക്കളെ അവരെന്ത് ചെയ്തു? അവരുടെ സഹായികളായി അവർ സ്വീകരിച്ചു. വയഹ്സബൂന അന്നഹും മുഹ്തദൂൻ, അവർ കരുതിയത് അവർ ഹിദായത്തിലായവരാണ് എന്നുള്ളതാണ് കരുതിയത്. ഈ തരത്തിലുള്ള കരുതലുകൾ കൊണ്ടൊന്നും കാര്യമില്ല. വിചാരങ്ങൾ കൊണ്ടോ തെറ്റിദ്ധാരണകളൊന്നും ഒരു എക്സ്ക്യൂസുമല്ല എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്. കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാം വ്യക്തമാക്കിയാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എക്സ്ക്യൂസ് ഇല്ല എന്ന് പറയപ്പെട്ടുള്ള കാര്യങ്ങൾ എന്താണ്? അത് വിശ്വാസപരമായിട്ടുള്ള തൗഖീഫിയായ വിഷയങ്ങളിലാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തും ബിദ്അത്തുകാർക്കുമിടയിൽ വേർതിരിവാകുന്ന വിഷയങ്ങൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അടിസ്ഥാന വിഷയങ്ങളെ സംബന്ധിച്ചാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒരാൾക്ക് എന്താണ് തെറ്റിദ്ധാരണകൾ വന്നു എന്നുള്ളതുകൊണ്ട് അറിവില്ലാതെ പോയി എന്നുള്ളത് എന്തല്ല, ഒരു എക്സ്ക്യൂസുമല്ല എന്നുള്ളതാണ്. എന്നാൽ ഇജ്തിഹാദിയായ വിഷയങ്ങൾ, ഫിഖ്ഹിയായ വിഷയങ്ങളിലൊക്കെ എന്തുണ്ട്? അതിലെന്തുണ്ട്? എക്സ്ക്യൂസുകളുണ്ട് എന്നുള്ളതാണ്. ആ വിഷയത്തിൽ തെളിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞ വിഷയം എന്താണ്? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെയും ബിദ്അത്തിനെയും വേർതിരിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ചാണ്. കാരണം ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, എന്താണ്? ഫഖദ് ബുയ്യിനത്തിൽ ഉമൂർ, കാര്യങ്ങളെല്ലാം വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. വസബതത്തിൽ ഹുജ്ജ, പ്രമാണം അത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. വൻഖതഅൽ ഉദ്ർ, എല്ലാവിധ എക്സ്ക്യൂസുകളും മുറിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വെച്ച് നിന്ന് നമുക്ക് നിർത്താം. നസ്അലുല്ലാഹ തബാറക വതആല അൻ യുസബ്ബിതന അലൽ ഹഖ് ഇലാ യൗമി ലിഖാഇഹി വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.